അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല റാഹത്തല്ലേ? ചങ്കള എന്ന് നമുക്കുള്ളത് 2 ജോബ് വേക്കൻസിയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വേക്കൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സൗദിയിലുള്ള ആളുകൾ, ഡ്രൈവർമാർ, ഹൗസ് ഡ്രൈവർമാർ പെട്ടെന്ന് തനാസിൽ മാറാൻ പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹൗസ് ഡ്രൈവർ പ്രൊഫഷനിൽ ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു 150-150ഓളം മെസ്സേജ് ടോട്ടലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നമ്മളിപ്പോൾ ഒരാളെ മെസ്സേജ് നമ്മൾ നോക്കിയിട്ട് എടുക്കില്ല. നമ്മൾ താഴെ ആരെ ഫസ്റ്റ് മെസ്സേജ് അയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രമപ്രകാരമാണ് നമ്മളെ മെസ്സേജിന് റീപ്ലൈ കൊടുത്തിട്ട് വരവ്. അപ്പോൾ ഇപ്പോഴും മെസ്സേജിന് റീപ്ലൈ കൊടുക്കാനാട്ടോ. അപ്പോൾ ഇന്നും തനാസിൽ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീവ് വേക്കൻസി ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊക്കെ ഒറ്റ മിനിറ്റ്, ക്രമപ്രകാരം നമ്മൾ മെസ്സേജിന് റീപ്ലൈ കൊടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഡിലേ വരും. അപ്പോൾ അതാണ് ഞാൻ സൗദിയത്തെ പേഴ്സണൽ നമ്പർ തരാം. എമർജൻസി ആയിട്ട് പെട്ടെന്നിൽ തനാസിൽ മാറാൻ പറയുന്ന പോലും മാത്രം എനിക്ക് അതിൽ അങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതിട്ടോ, അല്ലാത്തവർ ചോദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ 2-3 വേക്കൻസി ഉണ്ടായിരുന്നു. 2500 റിയാലും റൂമും. കാരണം 3 മാസത്തെ വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാവശ്യമുള്ള ആളുകൾ എൻ്റെ സൗദി നമ്പർ ചോദിക്കുക. അതിലും വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക, അല്ലാതെ കോൾ ചെയ്യരുത്. ഓക്കെ. ഒന്നാമത്തെ വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ് കേട്ടോ. റിയാദ് എക്സിറ്റ് 11ലേക്കാണ് വേക്കൻസി ഉള്ളത്. ഒരു ബൂഫിയ മുഅല്ലിമിനെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നാട്ടിലുള്ള ആൾക്കുള്ള വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. സാവധാനം നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് മെസ്സേജ് അയക്കുക. ഓക്കെ. അവർ പറഞ്ഞിട്ടുള്ള സാലറി ബൂഫിയ മുഅല്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൗദിയിലുള്ള ആളുകളായിരിക്കണം കേട്ടോ. സൗദിയിലുള്ള ആളുകളായിരിക്കണം. GCC മറ്റുള്ള GCC ഇതിലല്ല, സൗദിയിൽ ജോലി ചെയ്ത ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് വേണം. സാൻഡ്വിച്ച് ആണെങ്കിലും ബർഗർ ആണെങ്കിലും സാമൂലി ആണെങ്കിലും ഫലാഫിലാണെങ്കിലും ഇതിൻ്റെ ഒക്കെ വർക്ക് അറിയണ ഒരു മുഅല്ലിമിനെയാണ് ആവശ്യമുള്ളത്. കാരണം ഒരു കട കൊണ്ടടക്കാനാണ്. കട കൊണ്ടടക്കാൻ അറിയുമ്പോൾ ആ കട നിങ്ങൾ കൊണ്ടടക്കണം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ വേറൊരു ഹെൽപ്പറാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ബൂഫിയത്തെ വർക്കിൻ്റെ ടൈമൊക്കെ അറിയാലോ. രാവിലെ മുതൽ ഉച്ചക്ക് 11 മണി വരെ, പിന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷം രാത്രി 11:30-12 മണി വരെ. ആ 11-12 ആ ടൈം വരെയാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം. അപ്പോൾ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാലറി പറഞ്ഞിട്ടുള്ളത് 1800 റിയാലും റൂമും ഫുഡും. പിന്നെ ഇത് നാട്ടിലുള്ള ആളുകൾക്കാണ്, സൗദിയിലുള്ള ആളുകൾക്കല്ല. അവർ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വിസ ഫ്രീ ആണ് കേട്ടോ. വിസ അവർ ഫ്രീ ആയിട്ട് തരും. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാമ്പിങ് അവരറിയും, ടിക്കറ്റും അവരറിയും. നിങ്ങൾ അറിയേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ അറിയോ? മെഡിക്കൽ 6000 റിയാലാണ് ഗാംകോല് മെഡിക്കലിന്. ഓക്കെ. അതുപോലെ തന്നെ 1200 റിയാൽ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ബസ്മ VFSC സെൻറ്റർ നമുക്കിപ്പോൾ ഉള്ളത് കോഴിക്കോടും കൊച്ചിയിലുമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ VFSC സെൻറ്ററിൽ ഇപ്പോൾ ഒരു 450-500 രൂപേൻ്റെ ഉള്ളിലേ വരുള്ളൂ. 1200 റുപ്യ മെഡിക്കൽ അപ്പോയിൻമെൻറ്റും 6000 റുപ്യ നമുക്ക് നമ്മളെ മെഡിക്കലിനും. ടോട്ടലി നമുക്ക് 8000 രൂപേൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു വിസക്ക് ചിലവ് വരുന്നത്. ഞാനിത് പറയണത് ശരിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോന്നാൽ മതി. 2 വർഷത്തെ എഗ്രിമെൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫേക്കൊന്നല്ല കേട്ടോ, എൻ്റെ വോയിസ് കേൾപ്പിച്ചു തരാം. നമ്മളൊരു പുതിയ ബൂഫിയാണ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഒരു 35 വയസ്സിനൊക്കെ കീഴിലുള്ള, അപ്പോൾ ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 35 വയസ്സാണ്. 35 വയസ്സിനകത്തുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അതിലേറെ എനിക്ക് സന്തോഷമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷഫീഖ് ഭായി ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മളും കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ബൂഫിയാണ്. ആ ബൂഫിയിൽ നമുക്ക് അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് സാലറി കൂട്ടി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. വിസ നിങ്ങൾക്ക് ഫ്രീ ആണ്, ടിക്കറ്റ് ഉണ്ട്, സ്റ്റാമ്പിങ് ഉണ്ട്, എല്ലാം അവരറിയും. മെഡിക്കൽ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. 1800 റിയാൽ സാലറി ഉണ്ട്. അത് സ്റ്റാർട്ടിങ് മാത്രം. കച്ചവടം ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷും ശമ്പളവും നിങ്ങൾക്ക് കൂട്ടി കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു വിഷയം താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ വന്നിട്ട് അതിന് അത്ര സാലറി ഉള്ളൂ, ഇതിന് ഇത്ര സാലറി ഉള്ളൂ, ഇതിന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ
അതൊന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കിട്ടോ. അടുത്ത വേക്കൻസി ഉള്ളത് ജിസാനിലേക്കാണ് കേട്ടോ. അത് ആ വേക്കൻസിക്ക് സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. അപ്പോൾ അയാളെ വോയിസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും ഷഫീഖ്. ഞാൻ ഇവിടെ സൗദിയിൽ നിന്നാണ്. ഞാൻ ജിസാനിലാണ്. പിന്നെ നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങളെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്ക് വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പിക്ക് പാച്ച് വർക്ക് അറിയുന്ന ഒരാളെ നമുക്ക് ആവശ്യമുണ്ട്. പാച്ച് വർക്ക് കേട്ടോ. ഞങ്ങൾ ജിസാനിലാണ്, മലയാളികളാണ് ഒക്കെ, മലപ്പുറത്ത്. പിന്നെ നല്ല പണി അറിയുന്ന ആളെ പ്രത്യേകം പറഞ്ഞാൽ നല്ല പണി അറിയുന്ന ആളാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വോയിസ് കേട്ടല്ലോ. പാച്ച് വർക്കിൻ്റെ മുഴുവൻ വർക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏജിൻ്റെ ലിമിറ്റ് 50 വയസ്സ് വരെയാണ്. 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളുണ്ടെന്ന് വെച്ചാൽ തെനാസിൽ അവരെടുക്കും. 3000 റിയാലും റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. അതുപോലെ തന്നെ തെനാസിലിൻ്റെ ചിലവെല്ലാം അവരറിയും കേട്ടോ. അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രൊഫഷൻ ആണെങ്കിലും കുഴപ്പമില്ല, തെനാസിലിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അവരറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ഒരു കോൾ വന്നായിരുന്നു. അപ്പോൾ എവിടെ വെച്ച് നിർത്തിയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി വീഡിയോ ആദ്യമൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് വന്നുകൊണ്ടൊക്കെ ഇനി അധികം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അവർ 2 മാസം നോക്കിയിട്ടാണ് തെനാസിലും കാര്യങ്ങളൊക്കെ എടുക്കുക. എക്സ്പയർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പ്രൊഫഷനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളെ 2 വേക്കൻസികൾ ഈ 2 വേക്കൻസികളാണ് കേട്ടോ. നമ്മളെ 2 സുഹൃത്തുക്കളും നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഷഫീഖ് ഭായി, നിങ്ങളെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്, ജെന്യൂനായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ഈ വേക്കൻറ്റ് ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ, എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അത് വിചാരിച്ചിട്ട് ആരും താഴെ വന്ന് കമൻറ്റ് ഇടണ്ട. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വേക്കൻസികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം വഴുകും. കാരണം നമ്മൾ ഈ ക്രമപ്രകാരം മെസ്സേജുകൾ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോബ് വേക്കൻസി തരുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ജോബ് വേക്കൻസി വേണമെന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേക്കൻറ്റ് ചെയ്ത അവരുടെ കോൺടാക്ട് നമ്പർ ചോദിച്ച ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.